വെള്ളിത്തിളക്കമുള്ള കൊച്ചു സ്പൂൺ. അടുക്കളയിലെ അലമാരയില് കുറേ സ്പൂണുകൾ താമസിച്ചിരുന്നു. വലിയ തവികളും ഫോർക്കുകളും പിന്നെ തിളക്കമുള്ള ചെറിയ സ്പൂണുകളും. കൂട്ടത്തിൽ ഏറ്റവും ചെറുതായിരുന്നു നമ്മുടെ കഥയിലെ ചിന്നു സ്പൂൺ. ചിന്നുവിന് എപ്പോഴും ഒരു സങ്കടമുണ്ട്. വലിയ തവികള് കറികൾ വിളമ്പാൻ പോകുന്നു, ഫോർക്കുകൾ നൂഡിൽസ് കഴിക്കാൻ സഹായിക്കുന്നു. പക്ഷെ ചിന്നുവിന് ആരും ശ്രദ്ധിക്കാറില്ല. ഞാൻ വെറൊരു കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ടാണോ എന്നെ ആരും ശ്രദ്ധിക്കാത്തെ? അവൾ ഇടയ്ക്കിടെ സങ്കടത്തോടെ ഓർക്കും. ഒരു ദിവസം ആ വീട്ടിലെ കുഞ്ഞിന് നല്ല പനി വന്നു. അവൾക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ആ കുട്ടിയുടെ അമ്മ അപ്പൊ ഒരു പാത്രത്തില് ചൂടുള്ള കഞ്ഞിയും മരുന്നും ഒക്കെ എടുത്തു. പക്ഷെ വലിയ തവികൾ കൊണ്ടൊന്നും കുഞ്ഞിന് കഞ്ഞി ഓടിക്കാൻ പറ്റില്ലല്ലോ. ആകെ അസ്വസ്ഥത. അപ്പോഴാണ് അമ്മ അലമാരയിൽ നിന്ന് ചിന്നു സ്പൂണിനെ എടുത്തത്. അമ്മ ചിന്നുവിനെ നന്നായി കഴുകി തിളപ്പിച്ചു. കുഞ്ഞിന്റെ കുഞ്ഞു വായ്ക്ക് അനുയോജ്യമായ ഒരേയൊരു സ്പൂൺ ചിന്നു മാത്രമായിരുന്നു. ചിന്നു പതുക്കെ ഓരോ സ്പൂൺ കഞ്ഞിയും കുഞ്ഞിന് നൽകി. പിന്നെ മരുന്നും നൽകി. ചിന്നുവിന്റെ തണുപ്പും സ്നേഹവും കുഞ്ഞിന് ആശ്വാസായി. കുറച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞ് ചിരിച്ചു തുടങ്ങി. അവള് ചിന്നുവിനെ നോക്കി പതുക്കെ പറഞ്ഞു, താങ്ക് യു ചിന്നു സ്പൂൺ. അന്ന് രാത്രി അലമാരയിൽ തിരിച്ചെത്തിയ ചിന്നുവിന് വലിയ സന്തോഷം തോന്നി. വലുപ്പത്തിലല്ലാട്ടോ, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായത്തിലാണ് കാര്യമെന്ന് ചിന്നു തിരിച്ചറിഞ്ഞു. അടുക്കളയിലെ എല്ലാ വലിയ തവികളും ചിന്നുവിനെ നോക്കി പറഞ്ഞു, ഏയ് ചിന്നു സ്പൂൺ, നിന്നെ ആലോചിച്ച് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ടേ. അപ്പൊ കുറച്ചധികം അഭിമാനത്തോടെ ചിന്നു സ്പൂണും തിരിച്ചു ചിരിച്ചു. കഥ ഇഷ്ടായോ?